ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:4 നിങ്ങളെപ്പോഴും സന്തോഷിക്കുകയും കർത്താവിൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറയും, നിങ്ങൾ സന്തോഷിക്കുകയും. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഫിലിപ്പിയർ ലേഖനം 4:4 എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും നമ്മളൊന്ന് ഹൃദയത്തിലൊന്ന് സൂക്ഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറ്റി പറഞ്ഞ് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കള് ഉച്ചത്തിൽ. അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിലിപ്പിയർ 4:5-6 വചനം ഏറ്റു പറഞ്ഞ് നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട. ഒരിക്കൽ കൂടെ പറഞ്ഞ് കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. അടുത്ത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേരേ ഉച്ചത്തിൽ. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മക്കളും ഒരു സന്തോഷത്തോടെ ആയിരിക്കുക, ഹാപ്പി ആയിരിക്കണം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മെ ഉപേക്ഷിക്കില്ല. ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആഴത്തിൽ സൂക്ഷിക്കണം. ഇതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിൻ്റെ 13:5 വചനം എല്ലാവരും ഏറ്റു പറയണം. ഹെബ്രായ 13:5 അച്ഛനോട് ചേർന്ന് നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റു പറഞ്ഞ് നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സർവ്വത്തിൽ ഹല്ലേലൂയ. ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല, അവഗണിക്കില്ല. ഒരു പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ആത്മമിത്രങ്ങൾ, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മൾ ആശ്രയിച്ചവരൊക്കെ ചിലപ്പോൾ നമ്മളെ ഉപേക്ഷിക്കും. തീർച്ചയായിട്ടും ഈ ലോകത്തുള്ളവർ നമ്മളെ ഉപേക്ഷിക്കും. നമ്മൾ ആരെയെല്ലാം കൂടുതൽ ആശ്രയിച്ചിട്ടുണ്ടോ അവരെല്ലാം നമ്മൾ വേദനിപ്പിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ വേദനിപ്പിക്കാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട്. അതാരാണ്? നമ്മുടെ കർത്താവായ യേശു. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 49 അധ്യായത്തിൻ്റെ വചനം നമുക്കറിയാവുന്നതാണ്. എന്നാലും 49-ന്റെ 14, 15, 16 വചനം ഏറ്റു പറയാമോ? എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും ഉച്ചത്തിൽ പറഞ്ഞ എല്ലാവരും, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം, അവൾ മറന്നാലും, അമ്മ മറന്നാലും, അപ്പം മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കളെ. ഉച്ചത്തിൽ 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 ഉച്ചത്തിൽ. ചിലപ്പോൾ അവൾ അമ്മ മറക്കും, അപ്പം മറക്കും, പക്ഷേ ദൈവം മറക്കില്ല. നമ്മുടെ കാര്യം, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, അപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ മറക്കില്ല എന്നുള്ള വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം അത് അചഞ്ചലമായ സ്നേഹമാണ്. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന വലിയ സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഒഴുകുവാനായിട്ട് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഏറ്റു പറഞ്ഞേ വലതുകരം ഉയർത്തിപ്പിടിച്ച്. ഈ വചനം മറക്കരുത്. ദൈവം പറയാണ് ഓരോ വ്യക്തിയോടും, ഈ കൂട്ടായ്മ ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവം പറയുന്ന വചനം അച്ഛൻ പറയുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്
ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേരെ. ബന്ധനങ്ങൾ അടിയട്ടെ, 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 അടിയട്ടെ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മിഖാ പ്രവാചകന്റെ പുസ്തകം 7:19 വലിയ വചനമാണ്. മിഖാ പ്രവാചകന്റെ പുസ്തകം 7:19 ഏറ്റു പറയണം, വലതുകരം ഉയർത്തിപ്പിടിച്ച് വലിയ വചനമാണ്. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആടിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്ത് എറിയും. ഹല്ലേലൂയ. വീണ്ടും എല്ലാവരും പറയണം ഈ വചനം. ഈശോയുടെ ദൈവത്തിന്റെ സ്നേഹം ധ്യാനിച്ചാൽ മതി, കർത്താവിന്റെ സാന്നിധ്യം ധ്യാനിച്ചാൽ മതി. ഒന്നും പേടിക്കണം, അനുഗ്രഹം കിട്ടും നമുക്ക്. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഏറ്റു പറഞ്ഞ് അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. ഹല്ലേലൂയ. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3:14 വലിയൊരു വചനമാണ്, ഹൃദയം സൂക്ഷിക്കണം. സെഫാനിയ 3:14 സിയോൻ പുത്രി, ഏറ്റു പറഞ്ഞേ സിയോൻ പുത്രി, ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലേ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും സെഫാനിയ 3:16 എല്ലാവരും വിശ്വസിച്ച് ഏറ്റു പറയണം. ഇതൊക്കെ എഴുതിയെടുക്കേണ്ട വചനങ്ങളാട്ടോ. ഇതൊക്കെ വീട്ടിൽ പോയിട്ട് അച്ഛനെ പറഞ്ഞ വചനങ്ങളൊക്കെ വായിച്ചിട്ട് കർത്താവിനെ സ്തുതിച്ചാൽ മതി. വീട്ടിലെ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞ് വീടൊക്കെ അനുഗ്രഹമായിട്ട് മാറും. ഏറ്റവും ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് വിടുതൽ കിട്ടാനുള്ള എളുപ്പവഴി പറഞ്ഞു തരും കേട്ടോ. ദൈവവചനം, സുവിശേഷ വചനം നിങ്ങൾ വായിക്കണം. ഓരോ വചനം വായിച്ചിട്ട് ദൈവത്തെ സ്തുതിക്കണം. ഒരു 2 മിനിറ്റ് അങ്ങ് സ്തുതിക്കണം. ഓരോ വചനം വായിച്ചിട്ട് അങ്ങനെ 10 വചനം വായിച്ചിട്ട് നിങ്ങൾ സ്തുതിക്കണം. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ഒരു പവറുണ്ട്. വചനത്തിന് പവറുണ്ട്. യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഓരോ വചനങ്ങൾ വായിച്ചിട്ട് സ്തുതിക്കണം നന്നായിട്ട്. ഹല്ലേലൂയ. അപ്പൊ ആ വീട്ടിലുള്ള പൈശാചിക ശക്തിക്ക് ഓടി മാറിക്കോളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ 17:17 വചനം പറയും, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ വചനം ഉണ്ടല്ലോ, അത് വചനം കേട്ട് ദൈവവചനം കേട്ട പിശാച് ഓടി മാറും. നിങ്ങൾ കാണും അച്ഛൻ ഡെലിവറി ശുശ്രൂഷ നടത്തുന്നു. ഈ ശുശ്രൂഷ നടത്താനുള്ള കാരണം നിങ്ങൾ പഠിക്കുന്ന നല്ലതാണ്. വചനം അത് ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി. ദൈവവചനം അത് വെള്ളം ചേർക്കാത്ത വചനമുണ്ട്. അതായത് 2 കൊരിന്ത്യർ 2:17 ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട്. ഞങ്ങൾ അവരെ പോലെ അല്ല, കർത്താവിന് സ്വന്തം വിശ്വസ്തരായിട്ട്. അപ്പം വചനത്തിൽ വെള്ളം ചേർക്കുന്നത് നമ്മൾ നമ്മുടേതായ രീതി വ്യാഖ്യാനിക്കും. ആ ദൈവവചനം അതേപടി എടുത്തു വെച്ച് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അഭിഷേകങ്ങൾ ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 119:11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ട് വചനം ഹൃദയത്തിൽ വേണം. ദൈവവചനം ഹൃദയത്തിൽ ഇല്ലാത്തവരെല്ലാം പാപം ചെയ്യും. ദൈവവചനം നിറയെ വേണം. 1-2 വചനമല്ല, ബൈബിളിൻ്റെ ദൈവവചനം കാണാപ്പാടം പഠിക്കണം. അത് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ വർഷങ്ങൾക്കും ഞാൻ ഈ ഈജിപ്തിൽ ഇങ്ങനെ ചെറിയൊരു പഠിക്കാൻ ഒരു ചെറിയൊരു സ്റ്റഡി പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴാണ് അവിടെ ഒരു പള്ളി ഞാൻ പോയി, ഒരു വലിയൊരു പള്ളി. അവിടെ ഭയങ്കര സംഭവമാണത്. കർത്താവിന് വേണ്ടി മരിക്കുന്ന ആ പള്ളിയുടെ മുന്നിൽ ഒരു കാലത്ത് 10,000-കണക്കിന് ക്രൈസ്തവർ രക്തസാക്ഷികളായി മാറിയ ചരിത്രമുണ്ട്. ആ പള്ളിയുടെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ ഒരു അവിടുത്തെ അച്ഛന്മാരെന്നെ കൊണ്ട് കാണിച്ച് അവിടെ വലിയൊരു കൽക്കുറ്റി വെച്ചിട്ട് ഈ ക്രൈസ്തവരെ മുഴുവൻ ഇങ്ങനെ നടു റോഡിൽ ഇങ്ങനെ നിർത്തി
ഭീഷണിപ്പെടുത്തും. ഈശോയെ തള്ളിപ്പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവൻ സൂക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തല വെട്ടിയെടുക്കും. അപ്പോൾ ഈ ക്രൈസ്തവരെ ഇങ്ങനെ വിളിച്ച് ഓരോരുത്തരും നീ യേശുവിനെ തള്ളിപ്പറയാം, അവൻ തള്ളിപ്പറയില്ല. അവരിങ്ങനെ തല അപ്പോൾ പറയും ഈ കല്ല് മുഴുത്തൊരു വലിയൊരു ഒരു കുറ്റി, വലിയൊരു കല്ല്, ആ കല്ലിന് മുകളിൽ തല വെക്കാൻ പറയും. വെച്ച് വെട്ടി 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 മുറിച്ച്. അതിൻ്റെ ചരിത്രം മുഴുവൻ അവിടുത്തെ അച്ഛന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു ചരിത്രമുണ്ട്. ഞാൻ ചെന്ന കാലത്ത് പള്ളിയുടെ രണ്ട് സൈഡുകളും ചെറിയ രണ്ട് ചായ്പുകൾ അല്ലെ ഹോള് പോലെ സംഭവമുണ്ട് സൈഡാണ്. അപ്പോൾ അവിടെ ആളുകൾ വചനം പഠിക്കുക. ഹീബ്രു ബൈബിള്, അറബി ബൈബിള് ഇവരുടെ കയ്യിലുണ്ട്. അപ്പം അവരിരുന്ന് വേറെ ഒന്നും പഠിക്കുന്നില്ല, അവർ ബൈബിൾ വചനങ്ങൾ പഠിക്കും. വേർഡ് ഓഫ് ഗോഡ്, വേർഡ് ഓഫ് അതേപടി പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ എല്ലാ പ്രായക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛനോട് ചോദിച്ചു എന്നായി. അപ്പോൾ കാറ്റഗിസ് വെച്ച് സൺഡേയിലും ഉണ്ട്, ചൊവ്വാഴ്ച ഞായറും ചൊവ്വ 2 ദിവസം അവർക്ക് കാറ്റഗിസം പഠിക്കും. അപ്പോൾ നൂറുകണക്കിന് ആളുകൾ ദേവാലയത്തിൻ്റെ പരിസരത്തിലിരുന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ 10ഉം 15ഉം പേരും, അതിനൊരു എൽഡർ കാണും. ആ വ്യക്തിയുടെ കയ്യിൽ ഇങ്ങനെ ബൈബിൾ, ഇവരെല്ലാം ബൈബിൾ വചനം പഠിക്കുക, വചനം പഠിപ്പിക്കും. 6-7 അച്ഛന്മാരുള്ള അവിടെയുള്ള സ്ഥലമാണ്. ഇവരിൽ നിന്ന് വചനം പഠിക്കാം, എല്ലാം ബൈബിൾ പഠിക്കുക. അപ്പോൾ അവർ പറയാം ഇവർ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറും, മരിക്കാൻ തയ്യാറും. പ്രിയപ്പെട്ട അതിൻ്റെ ഭയങ്കര പവറാണ്. ഈശോ നിങ്ങൾക്ക് ഈശോ നാമം പോലും ഉണ്ടല്ലോ, ഒന്ന് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അഭിഷേകം ഒഴുകും. ശ്രമണത്തിൽ ഹല്ലേലൂയ. ഈ വചനം ഹൃദയം നിറയ്ക്കും, വചനം കൊണ്ട് നിറയും. അതാണ് ലൂക്ക 2:19 2:51. മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. വചനം ഹൃദയത്തിൽ, ബുദ്ധിയിലല്ല. ബുദ്ധി വെച്ചൊരഭിഷേക ശക്തി ഒന്നും ഒഴുകില്ല. അതാണ് പലരും ബൈബിള് പഠിക്കും, അതിനകത്ത് ഒന്നും സംഭവിക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ഉള്ള വിശ്വാസം കൂടെ പോകും. കാരണം ബുദ്ധിയിലാണ് വെച്ച്, ഹൃദയത്തിലല്ല. പരിശുദ്ധ അമ്മ ബുദ്ധിയിലാണ് വചനം പഠിച്ചത്, അല്ല അമ്മ ഹൃദയത്തിൽ. പത്രോസും പൗലോസും വചനം സൂക്ഷിച്ച് എവിടെയും ഹൃദയത്തിലാണ് സൂക്ഷിച്ചത്. ശ്രമണത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കൾ. പോരാ 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 പോരാ. പിശാചിനെതിരെയുള്ള ആയുധമേതാ? എഫെസസ് 6:17 ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കും. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ. ഈ ആത്മാവിന്റെ ഒരു വാളുണ്ട്, ആത്മീയമായൊരു വാള്. ആ വാളെന്ന് വെച്ചാൽ സാത്താൻ ഓട്ടും, ബന്ധിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ നമ്മൾ തൊടൊന്നും വേണ്ട, തിന്മയുടെ സത്യം ഓട്ടി അലറിക്കൊണ്ട് പോകുന്ന കണ്ട. അത് ഈ വചനമാകുന്ന വാളുണ്ടല്ലോ, അത് ബുദ്ധി വെച്ചിട്ട് കാണാപ്പാടം പഠിച്ചു. ചിലപ്പോൾ നമ്മുടെയൊക്കെ ഇത് കാറ്റഗിസത്തിനൊക്കെ ഒരു കുറവ് പറ്റിക്കുന്നത് അത് പല ബുദ്ധിയിലിരിക്കുന്നില്ല, ഹൃദയത്തിലില്ല ഈ സംഭവം. അത് ഹൃദയത്തിലോട്ട് കയറണം. അത് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് കുട്ടികളുടെ ഹൃദയത്തോട്ട് വിശ്വാസം പകരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു വിശ്വാസം, ചിലപ്പോൾ അധ്യാപകൻ തന്നെ പറയും ഇവനും പഠിക്കില്ല, ഇവന് വിശ്വാസമൊന്നുമില്ല. അങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടല്ലേ, കുട്ടികൾക്ക് വിശ്വാസം ഉണ്ടാവും. ഹല്ലേലൂയ. യേശുവേ നന്ദി. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കൾ ഉച്ചത്തിൽ ഒറ്റ വിളി ഈശോയേന്ന് വിളിച്ചേ. ഒരിക്കൽ ഞാൻ ഈ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ഒരു രൂപതയിലുള്ള സൺഡേ സ്കൂൾ അധ്യാപകരുടെ എല്ലാം കൂടി ഒരു ധ്യാനം അവിടുത്തെ പിതാക്കന്മാർ പറഞ്ഞിട്ട് അണക്കരെ കൊണ്ടുവന്ന് നടത്തി. കുറേ അധ്യാപകർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിൽ 10-1 മാത്രമേ ഈ സൺഡേ കാറ്റഗിസം പഠിപ്പിക്കാൻ അർഹതയുള്ളൂ. പ്രസലോഷ് കുടിച്ചും വലിച്ചും പല വിധത്തിൽ നടക്കുന്ന ഇവരെങ്ങനെ വിശ്വാസം കൊടുക്കുന്നത്? അപ്പം അവർ കൊടുത്ത വിശ്വാസം ഇങ്ങനെ തലേക്കുന്നത്. ഇതെന്നെ സ്കൂളിലെ വിദ്യാഭ്യാസം പഠിക്കുന്ന പോലെയാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുന്ന പോലെയാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. ആര് പറഞ്ഞു അങ്ങനെ വിശ്വാസം പഠിപ്പിക്കാൻ പറ്റുമെന്ന്? ഒരിക്കലും വിശ്വാസം അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. പ്രസലോൺ അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുക്കുന്നതാണ് വിശ്വാസം. സർവ്വത്തിൽ ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്ന് വിശ്വാസം ഇരിക്കുക. അതാണ് പകർന്നു കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കിട്ടുന്നത്. അതുപോലെ മാതാപിതാക്കളുടെയും കാര്യം തന്നെയാണ്. അപ്പൻ്റെ അമ്മയും അവിടെ പഠിക്കടാ പ്രാർത്ഥിക്കടാ വീട്ടിൽ കിടന്ന് കുഞ്ഞിനോട് വഴക്കുണ്ടാക്കും, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഹൃദയത്തിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജീവിതത്തിലുണ്ടാവും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ബുദ്ധിയിലുള്ളതല്ലാന്ന് ജീവിതത്തിലില്ല, ഹൃദയത്തിലുള്ളതൊക്കെ ജീവിതത്തിലുണ്ട്. ഹൃദയത്തിലുള്ള വചനം, ദൈവത്തിന് ഹൃദയത്തിൽ ആരാ സൂക്ഷിക്കുന്നുണ്ടോ അതെല്ലാം അവിടെ ജീവിതത്തിലുണ്ടാവും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ബുദ്ധിയിലുള്ള വലിയ മിടുക്കന്മാരുണ്ട്, ഭയങ്കര ബുദ്ധിശാലികളുണ്ട്, ഭയങ്കര അതിബൃഹത്തായ സംഭവങ്ങൾ. പക്ഷേ ഒരു എന്നാ ബുദ്ധിയിൽ വെച്ചിട്ട് എന്നെ കാര്യം, ആർക്കെന്നെ ഗുണം? ഒരു കാര്യമില്ല. അതിരിക്കേണ്ട ഹൃദയത്തിലിരുന്നിട്ട് വേണം കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ പറയും ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ആത്മീയ വാൾ, പിശാചിനെ തോൽപ്പിക്കാനുള്ള പവർ കിട്ടണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വേണം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കളെ. ഉച്ചത്തിൽ ഒറ്റ വിളി ഈശോയേന്ന് വിളിക്കട്ടെ.
നമുക്ക് ആത്മീയ ജ്ഞാനം കിട്ടണം. ഒരു കേസ്, ഒരു കുടുംബ പ്രശ്നം വന്നു, ഒരു വ്യക്തിയുടെ പ്രശ്നം വന്നു, അത് കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ഉത്തരവുണ്ട്. മനുഷ്യരെല്ലാം ഒരുപാട് അതൊന്നും കാര്യമൊന്നുമില്ല, അത് ദൈവത്തിൻ്റെ ഒരു സ്വരമുണ്ട്. അതിനോട് പരിശുദ്ധമാർ ഈ വഴിക്ക് പോകും. ആ ഒരു സ്വരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ സുവിശേഷം, വചനം ഹൃദയത്തിൽ ഇരിക്കണം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എബ്രായർ 4:12 കർത്താവിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവും വിരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കുന്നതുമാണ്. അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുക സാധ്യമല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അടുത്തൊന്നും ഇങ്ങനെ കൗൺസിലിങ്, അപ്പോൾ ഞാനിങ്ങനെ ഈശോ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരുടെ കാര്യങ്ങൾ അവരിങ്ങോട്ടൊന്നും പറയണം, അവരുടെ പേരും വീട്ടുപേരും നാടും സംഭവവും എല്ലാ പ്രശ്നവും ഈശോ അങ്ങോട്ട് പറയുക. അപ്പോൾ ഇത് ആൾ പേടിച്ചിട്ട് എന്നോട് അച്ഛ ഈ ഒരു അഭിഷേകം അച്ഛ എനിക്ക് തരാമോ? ഞാൻ പറയാം അച്ഛ എനിക്കങ്ങനെ തരാൻ പറ്റുന്നത് ഇത് ഒറ്റ പിന്നെ എങ്ങനെ അച്ഛ? ഞാൻ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി. ദൈവവചനം ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ വചനമുണ്ട്, പിന്നെ ഒന്നും മറന്നിരിക്കും, ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാവും. നമുക്ക് കാര്യങ്ങൾ പോകേണ്ട വഴി, പോകാൻ പാടില്ലാത്ത വഴി, അപകടങ്ങൾ, സാഹചര്യങ്ങൾ, ഇത് മനുഷ്യരല്ല, ഉള്ളിലിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അവർക്ക് പ്രത്യേക ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4:4, ലൂക്കാ 4:4, യോഹന്നാൻ 4:34 ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. അതാണ് ഭക്ഷണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും വചനം കൊണ്ട് ജീവിക്കാൻ പറ്റും. ജീവിതം ശരിക്കും ജീവിക്കുന്നത് വചനം കൊണ്ട്. വചനമുള്ളവന് ജീവൻ. ദൈവവചന ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ജീവനുള്ളൂ. ഈ വചനമൊക്കെ നിധിയാകട്ടെ. പല ആളുകളൊക്കെ എടുത്തു മാറ്റും. ഞാൻ ഈ ശുശ്രൂഷ കർത്താവിനെ വിടുമ്പോൾ ലോകം വിടുകൊണ്ടത് എൻ്റെ കഴിവുകൊണ്ട് വേറെന്തെങ്കിലും പഠനം കൊണ്ട് ഒന്നുമല്ല. ഈ സുവിശേഷ വചനത്തെ സ്നേഹിച്ചു. വചനം ആര്? ഈശോ തന്നെ. യോഹന്നാൻ 1:14-15 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:18-19 കൃപയും സത്യവുമാകട്ടെ ഈശോ മിശിഹായിലൂടെ ഉണ്ടായി. സർവ്വത്തിൽ പറയാം ഹല്ലേലൂയ. വെളിപാട് 19:13-14 അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കും. രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി. അവന്റെ നാമം ദൈവവചനമെന്ന്. അവന്റെ പേര് ദൈവവചനം. ഈശോയുടെ പേര് പറഞ്ഞ ദൈവവചനമെന്ന്. അപ്പൊ വചനം അതാണ് യോഹന്നാൻ 1:14 വരെയുള്ള വചനമായി കാണാൻ പറ്റും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോട് സമസ്തവും അവൻ വഴിയുണ്ട്. ശരിക്കും വചനത്തിലൂടെയാ അത്ഭുത രഹസ്യമൊക്കെ ഉണ്ടാകുന്ന എങ്ങനെയാ? വചനം പറയുമ്പോഴാണ്. ശ്രമോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ജെറമ്യാ 15:19 ജെറമ്യാ 15:19 വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എന്റെ നാവ് പോലെ. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം നീ എന്റെ നാവ് പോലെ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വചനം മാത്രം ഭക്ഷിക്കണം. വചനം മാത്രം. ഈശോ 40 രാവും 40 പകലും മരുഭൂമിയിൽ എന്ത് ഭക്ഷിച്ചു? വചനം മാത്രം ഭക്ഷിച്ചോളൂ. വചനം മാത്രം ഭക്ഷിച്ചു. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ദൈവവചനത്തിന് അങ്ങനെ പവറുണ്ട്. അത് ജീവൻ നൽകുന്ന പവർ, ഭയങ്കര പവർ നമുക്ക് വരും. അത് അനുഭവം അതിലേക്ക് വരാത്തത് കൊണ്ടാണ് എല്ലാവർക്കും കുഴപ്പം. യോഹന്നാൻ 15:3 എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. വിശുദ്ധി ഉണ്ടാകണം. വചനം വേണം. വചനം വായിക്കുകയും കേൾക്കുകയും തുടർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി വിശുദ്ധീകരിക്കപ്പെടും. വരദാനങ്ങൾ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ രോഗശാന്തി വരവാകട്ടെ, ജ്ഞാനവരവാകട്ടെ, വിവേക വരവാകട്ടെ, വചന പ്രഘോഷണ വരവാകട്ടെ, ഭാഷാവരവാകട്ടെ, പ്രവചന വരങ്ങളാകട്ടെ, വിശുദ്ധിയുടെ വരങ്ങളാകട്ടെ, സ്നേഹത്തിന്റെ വരവാകട്ടെ, ഇത് മുഴുവൻ കിട്ടുന്ന വചനം നിറയുമ്പോഴാണ്.